ഈ പരീക്ഷ എഴുതിയ റാങ്ക് പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടും ജോലി ലഭിക്കാതെ PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സും ഉണ്ടല്ലോ. അതായത് സൂചനാ സമരത്തിനൊക്കെ പിന്നാലെ സജീവ പ്രതിഷേധത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾ നീങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷമായിട്ടും ഈ സർക്കാർ ഈ വിഷയത്തിലും നിയമനം വൈകിപ്പിക്കുന്നത്? എന്താണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം? ശാലിനി, ശാലിനിയിലേക്ക് എത്തും മുമ്പ് നമുക്ക് അവരുടെ ആ ഡ്രൈവർമാരുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ശാലിനി, ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ നിലവിൽ 3 വേക്കൻസി PSCയുടെ സൈറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുന്നില്ല. കാര്യം അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അത് മറ്റൊരു നോട്ടിഫിക്കേഷൻ വിളിക്കും, ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ വേറൊരു നോട്ടിഫിക്കേഷൻ വിളിക്കും LSTD ഡ്രൈവറിന് വേണ്ടിയിട്ട്. ഇത് ഞങ്ങളെ റാങ്ക് ലിസ്റ്റിനോടുള്ള അനീതിയാണ്. ശാലിനി, എന്തുകൊണ്ടാണ് 3 വർഷമായി ഈ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് നിയമനം വൈകുന്നത്? കണ്ണടയ്ക്കുകയാണോ അതോ ചുവന്ന നാട് അഴിക്കാൻ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? ശാലിനി, അശ്വതി, ഇടത് സർക്കാരിന്റെ കാലത്ത് പല PSC നിയമനങ്ങളും ഇത്തരത്തിൽ വൈകുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ധനകാര്യ വകുപ്പിന്റെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ധനവകുപ്പ് പണം നൽകാത്തതാണ്, ശമ്പളം നൽകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിയമനം കുറച്ച് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ മാറുന്ന സമയം വന്നപ്പോഴത്തേക്ക് അവരുടെ നിലപാട് മാറി. പ്രത്യേകിച്ച് ഈ ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം അവരോട് പറഞ്ഞൊരു പ്രധാന ന്യായീകരണം എന്നുള്ളത് സർക്കാരിന് ഓടിക്കാൻ വണ്ടിയില്ല, താൽക്കാലിക വണ്ടിയാണ് ഓടിക്കുന്നത്, അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഡ്രൈവർമാരെയാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ UDF സർക്കാർ വന്നു അധികാരത്തിലേറെ ഏകദേശം 2 മാസം പിന്നിടുന്നു. ഈ സമയത്തും ഈ റാങ്ക് ഹോൾഡേഴ്സിനോട്, അതായത് PSC ഡ്രൈവേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിനോട് അവർ പറയുന്ന ന്യായീകരണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പല വകുപ്പുകളിലും വാഹനമില്ല, വാഹനം വാങ്ങട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ജോലി തരാം എന്നുള്ളതാണ്. പക്ഷേ വാഹനം വാങ്ങുമ്പോഴത്തേക്ക് ഇവരുടെ ഏജ് ഓവർ ആവും, അല്ലെങ്കിൽ ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി കഴിയും, ജോലി ലഭിക്കാതെ പോകും. ഇതേ സമാനമായ സാഹചര്യമാണ്. ഇപ്പോൾ നിൽക്കുന്ന LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തലാണെങ്കിൽ സമാനമായി തന്നെയാണ്. ഉറക്കമൊഴിഞ്ഞ് ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച പലരും ഇന്നലെ നമ്മളോട് യാചിക്കുകയാണ്, കരയുകയാണ്. കാരണം അവർ ഇന്നലെ ഒരു സൂചനാ സമരം നടത്തിയിരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാനൊരുങ്ങുകയാണ്. അതിനുശേഷവും തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഒരു സമരപ്പന്തൽ കൂടി സെക്രട്ടേറിയറ്റിന്റെ ഈ സമര വീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ സൂചനയായി നൽകിയിട്ട് പോയത്. അതായത് ഓണമൊക്കെ വരികയാണ്, ഓണത്തിനൊക്കെ പട്ടിണി സമരം തന്നെ നടത്തുമെന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 3 വർഷത്തോളമായി വിവിധ വകുപ്പുകളിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഡ്രൈവേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്, പരീക്ഷ നടക്കുന്നത്. ആ ലിസ്റ്റ് വന്ന് 3 വർഷമായിട്ടും ചിലയിടങ്ങളിൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പറയുകയും ചെയ്തത്. പല സർക്കാർ പ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തെ DMO ഓഫീസിലടക്കം പുതിയ വാഹനങ്ങൾ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഏകദേശം ഒരു 10-20 വാഹനങ്ങൾ വന്ന് കിടക്കുകയാണ്. പക്ഷേ ഓടിക്കാൻ ഡ്രൈവർമാരില്ല. അപ്പോൾ ഡ്രൈവർമാരെ എടുക്കാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വാഹനമില്ല. അങ്ങനെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പരമാവധി ഉദ്യോഗാർത്ഥികളെ വെറുപ്പിക്കുക, ഉദ്യോഗാർത്ഥികളെ അകറ്റി നിർത്തുക, നിയമനം നടത്താതിരിക്കുക, ആ ഒരു സമീപനമാണ് ഇടത് സർക്കാർ നടത്തിയത്. അത് അതേപടി തുടരുകയാണ് UDF സർക്കാർ എന്നുള്ളതാണ് നമുക്ക് ഈ സമരപ്പന്തലുകളുടെ എണ്ണം കൂടുമ്പോൾ മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും LPST റാങ്ക് ഹോൾഡേഴ്സിന് പിന്നാലെ സമരം ശക്തമാക്കുകയാണ്. ഡ്രൈവേഴ്സിന്റെ റാങ്ക് ഹോൾഡേഴ്സിൽ പട്ടികയിലുള്ളവർ ഏകദേശം 100ഓളം ആളുകളാണ് ഇന്നലെ സൂചനാ സമരം നടത്തിയത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ വാഹനമില്ല, MVDയുടെ പല ഭാഗങ്ങളിലേക്ക് ഓടാൻ, പരിശോധനയ്ക്കൊക്കെ ഓടാൻ വാഹനങ്ങളില്ല. കൂടാതെ തന്നെ DMO ഓഫീസുകളിൽ, ജില്ലാ ആസ്ഥാനങ്ങളിൽ പല ഓഫീസുകളിലും ഓടാനില്ല. കൂടാതെ തന്നെ ഈ റാങ്ക് പട്ടിക നിലനിൽക്കെ തന്നെ LSTDയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഓടാനായി, വാഹനങ്ങൾ ഓടിക്കാനായി പുതിയൊരു പരീക്ഷ നടത്താനുള്ള നടപടികളിലേക്ക് PSC കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിനെതിരെയാണ് സമരം ശക്തമാക്കാൻ PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സും തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളേക്കും ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ നിയമനങ്ങൾ കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവിടെ ഈ ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങൾക്കും അത് കണ്ടുപിടിക്കാനും അങ്ങോട്ടേക്കൊക്കെ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകാനൊക്കെ വാഹനം ഓടിക്കാൻ ആളില്ല. പക്ഷേ താൽക്കാലികമായിട്ട് വാഹനം എടുക്കുന്നു. ആ താൽക്കാലിക വാഹനം ഓടിക്കാൻ താൽക്കാലിക ഡ്രൈവർമാരെ എടുക്കുന്നു. അതിന് സർക്കാർ ശമ്പളം നൽകുന്നു. എങ്കിൽ എന്തുകൊണ്ട് PSC റാങ്ക് ഹോൾഡേഴ്സിന് ആ ശമ്പളം നൽകി അവരെ നിയമിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ആ ഉദ്യോഗാർത്ഥികളും ഉയർത്തുന്നത്. എന്തായാലും സമരപ്പന്തലുകളുടെ എണ്ണം കൂടുമെന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും ശാലിനി, സമരക്കാരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. പക്ഷേ അപ്പോഴും ചുവപ്പ് നാടെ അഴിക്കാൻ, ആ ഫയലുകൾ തീർപ്പാക്കാൻ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാൻ ബന്ധപ്പെട്ട വകുപ്പോ സർക്കാരോ മുഖ്യമന്ത്രിയോ മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും ആശങ്കാപരമായ കാര്യം, അല്ലേ?